ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഡിസംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ. കർക്കിടകം രാശിയിൽ വരുന്നതായ പൂയം നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് തന്നെ നോക്കുന്നത് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർക്ക് കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിധി വരെ സമാധാനം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ. ദൈനംദിന ജീവിതത്തിലെ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ ഉയർച്ചകൾക്കും മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ. പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ പ്രശംസയും അംഗീകാരവും കിട്ടുക വഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. ഇങ്ങനെ ഗുണാനുഭവങ്ങളൊക്കെ വ്യാഴത്തെ കൊണ്ടും കാണുന്നുണ്ടെങ്കിലും ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് 6ാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ളതായ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് ഭക്ഷണ ക്രമീകരണങ്ങളിലും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും ഈ സമയത്ത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. 5ാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായിട്ടുള്ള ചൊവ്വ 11ാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ 5ാം ഭാവത്തേക്ക് നോക്കുന്നതും ഗുണാനുഭവത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങളെ പറയുവാൻ കഴിയും ഈ ഡിസംബർ മാസത്തിൽ. പരീക്ഷകളിലാണെങ്കിൽ ഉന്നത വിജയം നേടുവാനും പഠിപ്പിനോടുകൂടി തന്നെ തൊഴിൽപരമായിട്ടുള്ളതായ പുരോഗതിയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ. കഠിനാധ്വാനം ചെയ്ത് പഠനകാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയ സാധ്യതയും ഭാഗ്യപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ ഡിസംബർ മാസം അനുകൂലമായിട്ടാണ് കാണുന്നത്. കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ. കർമ്മസംബന്ധമായിട്ടൊക്കെ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലവും ധൈര്യവും കിട്ടുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഏർപ്പെടുന്നതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. കൂടാതെ ശനീശ്വരനാണെങ്കിൽ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ മകരം രാശിയിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും
കാഴ്ചപ്പാടിൽ കണ്ടകശനിയെ പറയാമെങ്കിലും ശനീശ്വരൻ്റെ വക്രഗതിയിലുള്ളതായ മാറ്റം മൂലം കാര്യമായിട്ടുള്ളൊരു ദോഷഫലത്തെ പറയുന്നില്ല. എന്നാലോ ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും കുറച്ചൊക്കെ കാലതാമസം വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവത്തെ കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. 7ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടിയും 9ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും പൂയം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള അവിവാഹിതരായ പൂയം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് അസ്വാരസ്യങ്ങൾ തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് ഈ സമയത്ത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കൂടാതെ 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ാം ഭാവമായിട്ടുള്ളതായ ധനുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണാനുഭവങ്ങളെ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ ഗൃഹസംബന്ധമായിട്ടായാലും ഭൂമി സംബന്ധമായിട്ടായാലും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നഷ്ടം വരാതെ നോക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് ചുറ്റുവിളക്കും നിറമാല ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും കൂടാതെ ശനീശ്വരന് നീരാഞ്ജനവും നെയ്വിളക്ക് വയ്ക്കുന്നതൊക്കെ ഈ ഡിസംബർ മാസത്തിൽ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മളെല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.